PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തൊഴിൽ വാർത്തയിലെ 10ാം ക്ലാസ്സിലെ സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന ചാപ്റ്ററിൻ്റെ 3ാം ഭാഗമാണ് കേട്ടോ. വീഡിയോ 1ഉം 2ഉം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 3 ആണ്. നമുക്ക് പോയിന്റിലേക്ക് കടക്കാം. വർണ്ണക്കാഴ്ച എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ്, റെറ്റിനയിൽ പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാനായി 3 തരം കോൺകോശങ്ങളുണ്ട്. അപ്പോൾ 3 തരം കോൺകോശങ്ങളാണുള്ളത് പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇത് എവിടെയാണ് കാണുന്നത്? റെറ്റിനയിലാണ് കാണപ്പെടുന്നത്. ഇനി ഏതൊക്കെയാണ് ആ 3 കോൺകോശങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. എസ് കോണുകൾ. ഈ എസ് കോണുകളാണ് ഹ്രസ്വതരംഗദൈർഘ്യത്തിൽ കാണാൻ സഹായിക്കുന്നത്. അതായത് നീല വെളിച്ചം പോലുള്ള ഹ്രസ്വതരംഗദൈർഘ്യത്തിൽ എസ് കോണുകളും അതുപോലെ എം കോണുകൾ ഇടത്തരം തരംഗദൈർഘ്യത്തിൽ, അതായത് പച്ച വെളിച്ചത്തിലൊക്കെ കാണാൻ സഹായിക്കുന്നത് എം കോണുകളുമാണ്. ഇനി എൽ കോണുകൾ ദീർഘതരംഗദൈർഘ്യത്തിലും, അതായത് ചുവപ്പ് വെളിച്ചത്തിലൊക്കെ എൽ കോണുകൾ ദീർഘതരംഗദൈർഘ്യത്തിലും മികച്ച സംവേദനത്വം കാണിക്കുന്നു. ആ പോയിന്റ് ഒന്നും കൂടി വായിക്കാം. റെറ്റിനയിൽ പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാനായി 3 തരം കോൺകോശങ്ങളാണ്. എസ് കോണുകൾ ഹ്രസ്വതരംഗദൈർഘ്യത്തിലും, അതായത് നീല വെളിച്ചം. എം കോണുകൾ ഇടത്തരം തരംഗദൈർഘ്യത്തിലും, പച്ച വെളിച്ചം. എൽ കോണുകൾ ദീർഘതരംഗദൈർഘ്യത്തിലും, ചുവന്ന വെളിച്ചം, മികച്ച സംവേദനത്വം കാണിക്കുന്നു. ഇത് ഓരോ പോയിന്റ് വായിക്കുമ്പോഴും നമ്മൾ ഇപ്പം തന്നെ പഠിച്ചു പോകും കേട്ടോ. പിന്നെ റിപ്പീറ്റ് ചെയ്ത് റിവിഷനായിട്ട് നമ്മൾ കേട്ടാൽ മതി. അതുപോലെ ഒരു പോയിന്റ് വായിക്കുമ്പോൾ തന്നെ അതൊരു ഒറ്റ പോയിന്റ് മാത്രമല്ല, അതിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വരാനുണ്ട്. അതുകൊണ്ട് അതിനെ അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഇതിൽ തന്നെ നോക്കി, നമ്മളിപ്പോൾ വായിച്ച പോയിന്റിൽ തന്നെ നോക്കിയാൽ റെറ്റിനയിൽ പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാൻ അപ്പോൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം? 3 തരം കോൺകോശങ്ങളുണ്ട്. ഈ 3 തരം കോൺകോശങ്ങൾ എവിടെ കാണുന്നു ചോദിക്കാം. അങ്ങനെ പലതരത്തിൽ, ഇനി ഏത് ഹ്രസ്വതരംഗദൈർഘ്യം കുറവുള്ളത് ഏതാണ്, കൂടുതലുള്ളത് ഏതാണ് എന്ന് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. ഇനി നെക്സ്റ്റ് പോയിന്റ്, പ്രകാശത്തിൻ്റെ തീവ്രത, തരംഗദൈർഘ്യം എന്നിവയെ ആശ്രയിച്ച് വർണ്ണപ്രകാശം പതിക്കുമ്പോൾ 3 ഇനം കോൺകോശങ്ങളും പല അനുപാതത്തിൽ ഉദ്ദീപിക്കപ്പെടുന്നതിനാലാണ് വർണ്ണക്കാഴ്ച സാധ്യമാകുന്നത്. അതായത് പ്രകാശത്തിൻ്റെ തീവ്രത, തരംഗദൈർഘ്യം എന്നിവയെ ആശ്രയിച്ച് വർണ്ണപ്രകാശം പതിക്കുമ്പോൾ 3 ഇനം കോൺകോശങ്ങളും പല അനുപാതത്തിൽ ഉദ്ദീപിക്കപ്പെടുന്നതിനാലാണ് വർണ്ണക്കാഴ്ച സാധ്യമാകുന്നത്. ചുവപ്പ്, പച്ച കോണുകൾ ഒരുമിച്ച് ഉദ്ദീപിക്കപ്പെടുമ്പോൾ മഞ്ഞ നിറത്തെ പറ്റി ധാരണ ലഭിക്കുന്നു. അപ്പോൾ മഞ്ഞ നിറം ലഭിക്കുന്നത് ചുവപ്പ്, പച്ച കോണുകൾ ഒരുമിച്ച് ഉദ്ദീപിക്കപ്പെടുമ്പോഴാണ്. 3 തരം കോൺകോശങ്ങളും ഉത്തേജനം, 3 തരം കോൺകോശങ്ങളുടെയും ഉത്തേജനം എന്താ? വെളുത്ത പ്രകാശത്തെയാണ് അനുഭവവേദ്യമാക്കുന്നത്. അപ്പോൾ 3 തരം കോൺകോശങ്ങളും ഉത്തേജിക്കപ്പെടുമ്പോൾ വെളുത്ത പ്രകാശത്തെ അനുഭവവേദ്യമാകുന്നു. ചുവപ്പ്, പച്ച കോണുകൾ ഒരുമിച്ച് ഉദ്ദീപിക്കപ്പെടുമ്പോൾ മഞ്ഞ നിറമാണ് നമുക്ക് ലഭിക്കുന്നത്. പച്ച, ചുവപ്പ് എന്നിവയ്ക്ക് സംവേദനത്വമുള്ള കോൺകോശങ്ങളിലെ വർണ്ണകത്തിൻ്റെ ഉൽപ്പാദനത്തിന് കാരണമായ ജീൻ എക്സ് ക്രോമസോണിലാണ് കാണപ്പെടുന്നത്. പച്ച, ചുവപ്പ് എന്നിവയ്ക്ക് സംവേദനത്വമുള്ള കോൺകോശങ്ങളിലെ വർണ്ണകത്തിൻ്റെ ഉൽപ്പാദനത്തിന് കാരണമായ ജീൻ എസ് ക്രോമസോമിലാണ് കാണപ്പെടുന്നത്. നീലവർണ്ണകത്തിൻ്റെ ഉൽപ്പാദനത്തിന് കാരണമായ ജീൻ ക്രോമസോം 7ലും കാണപ്പെടുന്നു. നീലവർണ്ണകത്തിൻ്റെ ഉൽപ്പാദനത്തിന് കാരണമായ ജീൻ ക്രോമസോം 7ലും കാണപ്പെടുന്നു. വർണ്ണാന്ധത ഒരു പാരമ്പര്യ രോഗമാണ്. പുരുഷന്മാരെയാണ് വർണ്ണാന്ധത കൂടുതലായിട്ട് ബാധിക്കുന്നത്. വർണ്ണാന്ധത ഒരു പാരമ്പര്യ രോഗമാണ്. പുരുഷന്മാരെയാണ് വർണ്ണാന്ധത കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഇനി കണ്ണിലെ പാളികളെക്കുറിച്ചുള്ള പോയിന്റുകളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. കണ്ണിന് ഉറപ്പും സംരക്ഷണവും നൽകുന്ന ബാഹ്യപാളിയാണ് ദൃഢപടലം. അപ്പോൾ ദൃഢപടലാണ് കണ്ണിന് ഉറപ്പും സംരക്ഷണവും നൽകുന്നത്. കണ്ണിൻ്റെ സുതാര്യമായ മുൻഭാഗമായ കോർണിയയാണ് പ്രകാശത്തെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ പ്രകാശത്തെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കണ്ണിൻ്റെ സുതാര്യമായ മുൻഭാഗമായ കോർണിയയാണ് കേട്ടോ. അപ്പോൾ സുതാര്യമായ ഭാഗമാണ് കോർണിയ എന്ന് ഓർത്തു വയ്ക്കുക. ദൃഢപടലത്തിൻ്റെ അനുബന്ധ ഭാഗമാണ് കോർണിയ. അപ്പോൾ ദൃഢപടലത്തിൻ്റെ അനുബന്ധ ഭാഗമാണ് കോർണിയ. കണ്ണിലെ ആന്തരപാളിയായ ദൃഷ്ടിപടലത്തിന് പോഷകവും ഓക്സിജനും നൽകുന്നതോടൊപ്പം ഊഷ്മാവും ക്രമീകരിക്കുന്ന മധ്യപാളിയാണ് രക്തപടലം. ഇതിൻ്റെ അനുബന്ധ ഭാഗമായ സീലിയറി പേശികൾ ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തുന്നു. കണ്ണിലെ ആന്തരപാളിയായ ദൃഷ്ടിപടലത്തിന് പോഷകവും ഓക്സിജനും നൽകുന്നതോടൊപ്പം ഊഷ്മാവും ക്രമീകരിക്കുന്ന മധ്യപാളിയാണ് രക്തപടലം. ഇതിൻ്റെ അനുബന്ധ ഭാഗമായ സീലിയറി പേശികൾ ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തുന്നു. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത് ഐറിസിലെ 2 തരം പേശികളാണ്. പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതും ഐറിസാണ്.
ഐറിസിൻ്റെ നിറം നൽകുന്നത് മെലാനിൻ എന്ന വർണ്ണവസ്തുവാണ്. അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നതും ആരാണ്? മെലാനിനാണ്. ആ പോയിന്റ് ഒന്നുകൂടി വായിക്കാം. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് പ്യൂപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കുന്നത് ഐറിസിലെ 2 തരം പേശികളാണ്. എന്ത് ചെയ്യുന്നത്? പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് പ്യൂപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കുന്നത്. പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതും ഐറിസാണ്. ഐറിസിന് നിറം നൽകുന്ന മെലാനിൻ എന്ന വർണ്ണവസ്തുവാണ്. അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നതും മെലാനിലാണ്. പ്രകാശഗ്രാഹി കോശങ്ങളെ വഹിക്കുന്നതും പ്രതിബിംബങ്ങളെ രൂപപ്പെടുത്തുന്നതുമായ ആന്തരപാളിയാണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം. അപ്പോൾ ദൃഷ്ടിപടലത്തിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? റെറ്റിന. അപ്പോൾ പ്രകാശഗ്രാഹി കോശങ്ങളെ വഹിക്കുന്നതും പ്രതിബിംബങ്ങളെ രൂപപ്പെടുത്തുന്നതുമായ ആന്തരപാളിയാണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം. വസ്തുവിൻ്റെ ചെറുതും യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബത്തെ റെറ്റിനയിൽ രൂപപ്പെടുത്തുന്നത് കോൺവെക്സ് ലെൻസാണ്. വസ്തുവിൻ്റെ ചെറുതും യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബത്തെയാണ് കോൺവെക്സ് ലെൻസ് പ്രതിബിംബിക്കുന്നത്. എവിടെ പ്രതിബിംബിപ്പിക്കുന്നത്? റെറ്റിനയിൽ പ്രതിബിംബിപ്പിക്കുന്നത്, അതായത് രൂപപ്പെടുത്തുന്നത്. റെറ്റിനയുടെ അനുബന്ധ ഭാഗമായ പ്രകാശഗ്രാഹികളുടെ പാളിയിൽ പ്രകാശഗ്രാഹി കോശങ്ങളായ റോഡ്, കോൺ എന്നിവ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ റെറ്റിനയുടെ അനുബന്ധ ഭാഗമായ പ്രകാശഗ്രാഹികളുടെ പാളിയിലാണ് പ്രകാശഗ്രാഹി കോശങ്ങളായ റോഡ്, കോൺ എന്നിവ അടങ്ങിയിരിക്കുന്നത്. റോഡ് കോശങ്ങൾ വസ്തുക്കളെ ഇരുണ്ട വെളിച്ചത്തിലും കറുപ്പിലും വെളുപ്പിലും തിരിച്ചറിയുന്നു. കോൺ കോശങ്ങൾ തീവ്രപ്രകാശത്തിലെ കാഴ്ചയും വർണ്ണക്കാഴ്ചയും നൽകുന്നു. അപ്പോൾ ആ പോയിന്റ് ഒന്നും കൂടി ശ്രദ്ധിച്ചേ. റെറ്റിനയുടെ അനുബന്ധ ഭാഗമായ പ്രകാശഗ്രാഹികളുടെ പാളിയിൽ പ്രകാശഗ്രാഹി കോശങ്ങളായ റോഡ്, കോൺ എന്നിവ അടങ്ങിയിരിക്കുന്നു. റോഡ് കോശങ്ങൾ വസ്തുക്കളെ ഇരുണ്ട വെളിച്ചത്തിലും കറുപ്പിലും വെളുപ്പിലും തിരിച്ചറിയുന്നു. കോൺ കോശങ്ങൾ തീവ്രപ്രകാശത്തിലെ കാഴ്ചയും വർണ്ണക്കാഴ്ചയും നൽകുന്നു. അപ്പോൾ കോൺ കോശങ്ങൾ തീവ്രപ്രകാശത്തിലെ കാഴ്ചയും വർണ്ണക്കാഴ്ചയും നൽകുന്നു. റോഡ് കോശങ്ങൾ വസ്തുക്കളെ ഇരുണ്ട വെളിച്ചത്തിലും കറുപ്പിലും വെളുപ്പിലും തിരിച്ചറിയുന്നു. പ്രകാശഗ്രാഹികളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്നത് ആരാണ്? ബൈപോളാർ കോശപാളിയാണ്. പ്രകാശഗ്രാഹികളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്നത് ബൈപോളാർ കോശപാളിയാണ്. നേത്രനാഡിയിലേക്ക് ബൈപോളാർ കോശപാളിയിൽ നിന്ന് സന്ദേശങ്ങൾ കൈമാറുന്നത് ഗാംഗ്ലിയോൺ കോശപാളിയാണ്. അപ്പോൾ നേത്രനാഡിയിലേക്ക് ബൈപോളാർ കോശപാളിയിൽ നിന്ന് സന്ദേശങ്ങൾ കൈമാറുന്നത് ഗാംഗ്ലിയോൺ കോശപാളിയാണ്. ബൈപോളാർ കോശപാളിയിലെ 2 ഇനം കോശങ്ങളാണ് ഏതൊക്കെ? ഓൺ ബൈപോളാർ കോശങ്ങളും ഓഫ് ബൈപോളാർ കോശങ്ങളും. ഗാംഗ്ലിയോൺ കോശപാളി ബൈപോളാർ കോശപാളിയിലെ 2 ഇനം കോശങ്ങളാണ് ഏതൊക്കെ? ഓൺ ബൈപോളാർ കോശങ്ങളും ഓഫ് ബൈപോളാർ കോശങ്ങൾ എന്നിവ. ആ പോയിന്റ് ഒന്നുകൂടി വായിക്കാം കേട്ടോ. പ്രകാശഗ്രാഹികളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്നത് ബൈപോളാർ കോശപാളിയാണ്. നേത്രനാഡിയിലേക്ക് ബൈപോളാർ കോശപാളിയിൽ നിന്ന് സന്ദേശങ്ങൾ കൈമാറുന്നത് ഗാംഗ്ലിയോൺ കോശപാളി. ബൈപോളാർ കോശപാളിയിലെ 2 ഇനം കോശങ്ങളാണ് ഓൺ ബൈപോളാർ കോശങ്ങളും ഓഫ് ബൈപോളാർ കോശങ്ങൾ എന്നിവ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇതോടുകൂടി സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള തൊഴിൽ വാർത്തയിലെ സ്പെഷ്യൽ പോയിന്റുകൾ നമ്മൾ മുഴുവനായിട്ടും ചർച്ച ചെയ്തു. അപ്പോൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്